ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഈദിൻ്റെ വ്ളോഗാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈദിൻ്റെ ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തലേ ദിവസമുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ബൈ ദ വേ, ഇപ്പം ഞാൻ പോകുന്നത് നമ്മുടെ ഈദിൻ്റെ ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പം പോകുന്നത്. ഡ്രസ്സും കാര്യങ്ങളൊന്നും ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഗ്രോസറി ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇനി കുടയൊക്കെ ഒന്ന് തുന്നിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലമാണ്, അതുകൊണ്ട് കുടേൻ്റെ ഒക്കെ ആവശ്യം നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തലേ ദിവസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ദിവസം ഞാൻ പ്രത്യേകിച്ച് ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നില്ല, പക്ഷേ ഇതിൻ്റെ തലേ ദിവസം അത്യാവശ്യം നല്ല കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ തലേ ദിവസം ഫസ്റ്റ് തന്നെ ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി. ഷോപ്പിങ്ങിന് വേണ്ടി പോയി വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ. 11 മണിയൊന്നല്ല, 12 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഈ ബെഡ്ഷീറ്റിൻ്റെയും ഫേസ് സ്ക്രബിൻ്റെയും പിന്നെ ഒരു മിനി ജേർണലിങ്ങിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തു, വാഷി ടാപ്സിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തു. ഈ വീഡിയോസൊക്കെ ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തു. വീഡിയോ ഷൂട്ടിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി, അപ്പോൾ വീഡിയോസൊന്നും എന്തായാലും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് പറ്റൂലല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തലേ ദിവസം തന്നെ ഇരുന്നിട്ട് 4 വീഡിയോസോളം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുമിച്ച് 4 വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു എൻ്റെ ബെഡിൻ്റെയും ഡെസ്കിൻ്റെയും ഒക്കെ അവസ്ഥ. ബൈ ദ വേ, നാളെ ഈദൊക്കെ ആണ്, അപ്പോൾ വീട്ടിലെന്തായാലും കസിൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ക്ലീനിങ്ങിൻ്റെ അടുക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ജേർണലിങ്ങിൻ്റെ ഈ ഒരു പാർട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്തു. എന്നിട്ട് ജേർണൽ സപ്ലീസും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചു. എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വെച്ച് ക്ലീനാക്കി. എന്നിട്ട് പഴയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബുക്കൊന്നും ഈ ഒരു ഡോറിനകത്തേക്ക് എടുത്ത് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ഡെസ്കിൻ്റെ മുകളിൽ തന്നെ വെച്ചു.
ക്ലീൻ ചെയ്തൊന്ന് എടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ അപ്പുറത്തെ റൂം ക്ലീൻ ചെയ്യാൻ പോകുമ്പോഴേക്കും കറണ്ട് പോയി. അതുകൊണ്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്യുന്നതൊന്നും എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബൈ ദ വേ പുതിയ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിച്ചൊന്ന് സെറ്റാക്കി കൊടുത്തു. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പം തന്നെ വൈകുന്നേരം 4 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ പോയിട്ട് ഞാൻ നാളേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. അതായത് ഈദിൻ്റെ ദിവസം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് സെറ്റാക്കി. എല്ലാ ഈദിനും എല്ലാ വീട്ടിലും ഉണ്ടാവുക ബിരിയാണിയും മന്തിയൊക്കെയാണ്. ഇപ്രാവശ്യം ഞങ്ങളൊരു വെറൈറ്റിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനാണ് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും കട്ട് ചെയ്തൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചത്. അന്ന് രാത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ടു. മൈലാഞ്ചി ഇട്ടതൊന്നും ഒട്ടും പെർഫെക്റ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനത് ഇങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ട് തോണ്ടി പോയിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈദിൻ്റെ ഇൻസ്പോ ഒന്നും ഇതൊന്നും ആയിരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് ഈ മെഹന്തിയൊക്കെ ഇടണം, എന്നിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. ബട്ട് കുഴപ്പമില്ല, ഇങ്ങനെങ്കിലും ആയല്ലോ. ഇനി നമുക്ക് ഈദിൻ്റെ ദിവസത്തെ കാര്യങ്ങൾ കാണാം. ഈദിൻ്റെ ദിവസം രാവിലെ തന്നെ എണീച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ മൈലാഞ്ചി എത്രത്തോളം ചോത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കണം. എന്നിട്ട് നേരെ ബെഡൊക്കെ ക്ലീൻ ചെയ്ത് കുളിച്ച് മാറ്റി ഫ്രഷായി ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സ്പെഷ്യലായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല കട്ട പോസ്റ്റായിരുന്നു. എന്നാലും ഞാനിങ്ങനെ ഉമ്മാൻ്റെ അടുത്തൊക്കെ നിന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അവിടെ ഇങ്ങനെ ഇരുന്നു. ഇനി നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടോളൂ.
ഫുഡ് റെഡിയായി. ഞാനായിരുന്നു ആദ്യം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വേഗം ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെന്നോട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഇത് സ്പെഷ്യൽ ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കൻ പൊരിച്ചതും സോസും പിന്നെന്താ അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. സോ ദിസ് ഈസ് മൈ ഈദ് ഫുൾ ഫിറ്റ് ചെക്ക്. ഇതാണ് എൻ്റെ ഈദിൻ്റെ ഫുൾ ഓഫ് ഔട്ട്ഫിറ്റ്. ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഞാനിങ്ങനെ റീലും തോണ്ടി വെറുതെ നിന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. വീട്ടിലൊരു ചേര വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ കുറച്ച് നേരം അതിനൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നു. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നല്ലപോലെ അങ്ങോട്ട് കിടന്നുറങ്ങി. പിന്നെ രാത്രി വീട്ടിൽ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈദിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളെ ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്.